ഈ പുതിയ കുട്ടികളോട് സമ്മതിക്കാൻ നിങ്ങൾക്ക് കഴിയണമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഔട്ടായി പോയില്ലേ? കാര്യം ഇതൊരു 5 ദിവസം കൊണ്ടൊക്കെ 2 കോടി ആൾക്കാരിൽ ഫോളോവേഴ്സിലെത്തി. ടെക്നിക്കലി ഞാനും ജെൻസിയാണ്. ആണ് അതാണ്. അല്ല, നമ്മള് ഈ പരമ്പരാഗത വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഇവരുടെ വിഷയങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ കോളേജിൽ ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോൾ മെമ്പർഷിപ്പ് കൊടുക്കുന്നു, നമ്മുടെ സമരം കണ്ട് അവർ വരുന്നു. അതായിരുന്നു പണ്ടത്തെ ഒരു സിസ്റ്റം. രാഷ്ട്രീയത്തിലേക്ക് പ്രതികരിക്കാൻ ഒരു കൗമാരക്കാരൻ പഠിക്കുന്നത് ഒക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഈ ഒരു കാലത്ത് പ്രത്യേകിച്ച് പോസ്റ്റ് കൊറോണ പീരീഡ് പല മൂവ്മെന്റ് ആയിട്ട് അത് എനിക്ക് CJPയെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാണാൻ കാരണം പല രാജ്യങ്ങളിലും അവരുടെ ഇന്റർനെറ്റ് കട്ടാവുമ്പോഴാണ് അവര് വലിയൊരു പോപ്പുലേഷൻ ജെൻസികൾ, യുവാക്കള്, കൗമാരക്കാര് തെരുവിലിറങ്ങിയിട്ടുള്ളത്, ഭരണകൂടത്തെ ചോദ്യം ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ ആത്മാഭിമാനത്തെ തൊട്ടപ്പോ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ പോലെയുള്ള വലിയൊരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിലെ യുവാക്കള്, കൗമാരക്കാര് ഒരുമിച്ച് നിൽക്കുന്നതെന്നുള്ളത് വലിയ പ്രതീക്ഷയുള്ള കാര്യമാണ്. അപ്പൊ KSUവും കോൺഗ്രസും ഒക്കെ അതിന് പിന്തുണ കൊടുക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനത്തെ മൂവ്മെന്റുകളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനും അവരോടൊപ്പം നിന്ന് അവരെ മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ രാഘവ് ചദ്ദ പോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധയോടുകൂടി തന്നെയാണ് നമ്മൾ ഇവരോട് ഒപ്പം നിൽക്കുന്നത്.